ഈ ലോകകപ്പിൽ അർജന്റീന വീണ്ടും ഫൈനലിൽ എത്തുമോ? ഇപ്പോഴത്തെ നോക്കൌട്ട് ബ്രാക്കറ്റ് നോക്കിയാൽ അതിന് സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ കാരണം മെസ്സിയുടെ പേര് മാത്രമല്ല, ബ്രാക്കറ്റിന്റെ ഘടനയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അർജന്റീനയുടെ ഫൈനലിലേക്കുള്ള വഴി, ആരൊക്കെയാണ് സെമിയിലെത്താൻ സാധ്യതയുള്ളത്, ഒടുവിൽ ആരൊക്കെയാണ് കപ്പിനായി ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളത് എന്നത് നമുക്ക് പരിശോധിക്കാം. അർജന്റീനയുടെ ആദ്യ എതിരാളി കോപ്പ വെർഡെയാണ്. കടലാസിൽ നോക്കിയാൽ ഇത് അർജന്റീന ജയിക്കേണ്ട മത്സരമാണ്. പക്ഷേ ഇന്നത്തെ ഫുട്ബോളിൽ ഒരു ടീമിനെയും ചെറുതായി കാണാൻ കഴിയില്ല. എങ്കിലും സ്ക്വാഡിന്റെ നിലവാരവും അനുഭവ സമ്പത്തും കണക്കിലെടുത്താൽ അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റൗണ്ട് ഓഫ് 16-ൽ ഓസ്ട്രേലിയയോ ഈജിപ്തോ ആയിരിക്കും എതിരാളി. ഈ രണ്ടു ടീമുകളും പോരാട്ട വീര്യമുള്ളവരാണ്. പക്ഷെ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ ഗുണം അവരുടെ മിഡ്ഫീൽഡ് നിയന്ത്രണവും മത്സരവും പതുക്കെ സ്വന്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ടീം വലിയ മത്സരങ്ങൾ ജയിക്കുന്നത് വെറും ആക്രമണം കൊണ്ടല്ല, മത്സരത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെയും അർജന്റീനയ്ക്ക് മുൻതൂക്കമുണ്ട്. യഥാർത്ഥ പരീക്ഷ ക്വാർട്ടർ ഫൈനലിൽ തുടങ്ങും. സ്വിറ്റ്സർലാൻഡ്, കൊളംബിയ, ഘാന, അൾജീരിയ എന്നിവരിൽ ആരായാലും അത് എളുപ്പമാകില്ല. പ്രത്യേകിച്ച് കൊളംബിയ എത്തിയാൽ അവർ ഉയർന്ന പ്രഷറും ഫിസിക്കൽ ഫുട്ബോൾ കളിക്കുന്ന ടീമുമാണ്. എന്നാൽ ഈ ബ്രാക്കറ്റിൽ നോക്കിയാൽ അർജന്റീനയ്ക്ക് യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എന്നിവരെ നേരിടാതെ സെമി ഫൈനലിലെത്താനുള്ള അവസരമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ലോകകപ്പിൽ ബ്രാക്കറ്റിന്റെ ഭാഗ്യവും ചിലപ്പോൾ നിർണായകമാണ്. പക്ഷെ സെമി ഫൈനലിൽ ചിത്രം മാറും. ബ്രസീൽ, ഇംഗ്ലണ്ട്, മെക്സിക്കോ, നോർവേ എന്നിവരിൽ ഒരാൾ മറുവശത്ത് നിന്ന് വരാനാണ് സാധ്യത. ഇവിടെ ഏറ്റവും സാധ്യത ബ്രസീലിനും ഇംഗ്ലണ്ടിനുമാണ്. ബ്രസീൽ ഇപ്പോൾ കൂടുതൽ ബാലൻസ്ഡ് ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ട് വലിയ സ്കോഡുള്ള ടീമാണ്. അതിനാൽ അർജന്റീന സെമിയിലെത്തിയാൽ ലോകകപ്പിന്റെ യഥാർത്ഥ ഫൈനലിന് തുല്യമായ മത്സരം അവിടെ തന്നെയാകും. ഇപ്പോൾ മറുവശത്തെ ബ്രാക്കറ്റ് നോക്കിയാൽ മറ്റൊരു വലിയ യുദ്ധമാണ്. ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, ബെൽജിയം, അമേരിക്ക തുടങ്ങിയ ടീമുകൾ അവിടെയുണ്ട്. ഫ്രാൻസിന് വലിയ ടൂർണമെന്റുകൾ കളിച്ച അനുഭവമുണ്ട്. സ്പെയിൻ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കുന്ന ടീമാണ്. പോർച്ചുഗലിന് വ്യക്തിഗത മികവും സ്കോഡ് ഡെപ്തുമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഫൈനലിലേക്ക് എത്തുന്ന ടീം നിരവധി കഠിന മത്സരങ്ങൾ അതിജീവിച്ചായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യം പറയാൻ കഴിയുന്നത്, നിലവിലെ ബ്രാക്കറ്റ് നോക്കിയാൽ അർജന്റീനയ്ക്ക് ഫൈനലിലേക്കുള്ള വഴി മറ്റു ചില വമ്പൻ ടീമുകളെ അപേക്ഷിച്ച് കുറച്ച് അനുകൂലമാണ്. പക്ഷെ അതുകൊണ്ട് കപ്പ് ഉറപ്പാണെന്ന് പറയാനാകില്ല. കാരണം ലോകകപ്പിൽ ഒരു മോശം ദിവസം മതി എല്ലാം അവസാനിക്കാൻ.